ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. നാരായണായ നമ 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 നാരായണ നാരായണ നരകസന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണ. മുജുകുന്ദമോക്ഷം. തന്നുട മഥുരയിൽ രാമനുമൊരുമിച്ചു, പിന്നേടം വേണ്ടതെല്ലാം ഒന്നിച്ചു വിചാരിച്ചു. മായയാ മനുഷ്യനായിടീന ജഗൽപതി, ആയുധമില്ലാതെ പോയി സ്വസ്ഥഭാവത്തെ പൂണ്ടു. യവനവ്യൂഹം വന്നു ചുഴലും സഭാമധ്യേ, കേവല പരമാർത്ഥൻ ചെന്നു നിന്നതു നേരം. കണ്ടിതു യവനനും ചതുർബാഹുക്കളോടും, കൊണ്ടൽ വർണ്ണവും ശ്രീവത്സാഭയും വനമാല ഗ്രീവാശോഭയും നല്ല കൗസ്തുഭമണിപ്രഭ പീതവാസസും പത്മനേത്രങ്ങൾ കുണ്ടലങ്ങൾ ശോഭിത മൃദുഹാസമാദ്രമാമാനനവും ശോഭിച്ചു വിഷ്ണുരൂപമായി കണ്ടു കൃഷ്ണൻ തന്നെ. അന്നേരം യവനനും നാരദവാക്യമെല്ലാം ഒന്നൊഴിയാതെ കണ്ടു കൃഷ്ണനെന്നുറച്ചിതു. ആയുധം ഇവനൊന്നുമില്ലാതെ നിൽക്കയാലേ, ആയുധം കൂടാതെ ഞാൻ യുദ്ധത്തെ ചെയ്യുക വേണം. ഏവം ചിന്തിച്ചു പാഞ്ഞങ്ങെത്തിനാൻ യവനനും. ദേവദേവേശനിവനെന്നാലയവധ്യനാം ദേവദേവേശനിവനെന്നാലേ അവധ്യനാം എന്നു നിർണയിച്ചതിഭീതിയും ഭാവിച്ചിട്ടു മന്ദമായി മണ്ടിക്കൂടയോടിനാൻ യവനനും. ചെന്നുടൻ പിടിക്കാമെന്നോർത്തുടൻ പിടിക്കുമ്പോൾ, പിന്നെയും അല്പം ദൂരെ കണ്ടിടും മുകുന്ദനെ. പിന്നെയും ഓടിച്ചെല്ലും അപ്പോഴങ്ങനെ തന്നെ, പിന്നെയും ഈ വണ്ണമായി പാഞ്ഞുടൻ നടക്കയും. കിട്ടിയെന്നോർക്കും നേരം കിട്ടാഞ്ഞു യവനനും. രുഷ്ടനായി ഗോപശിശോ നിൽക്ക നീ നിൽക്കയെന്നും, നീ അന്യേ യദുവംശേ ജനിച്ച ജനമാരും പൊയ്യല്ല ശത്രുഭീത്യാ മണ്ടീല പണ്ടാരുമേ. നില്ലടാ നില്ലു നീയുമെൻ മുന്നിലരക്ഷണം, വല്ലഭമുള്ള നിന്റെ ചന്തങ്ങൾ കാട്ടിത്തരാം. ഇത്തരം യവനന്റെ നിന്ദാവാക്കുകളൊന്നും ചിത്തത്തിൽ കേട്ടീലെന്നു ഭാവിച്ചു ചെന്നു കൃഷ്ണൻ. പർവ്വതഗുഹംബുക്കു വഴിയേ യവനനും ദുർവചനങ്ങളോരോന്നേറ്റവും ചൊല്ലിക്കൊണ്ടു പിന്നാലെ പാഞ്ഞു ചെന്നു പുക്കിതു യവനനും. അന്നേരം മുകുന്ദനെ കണ്ടീലങ്ങൊരേടത്തും, രുഷ്ടനായി പിമ്പേ ചെല്ലും യവനൻ മുകുന്ദനെ ദൃഷ്ടിവേഗേന തിരഞ്ഞെങ്ങുമേ കണ്ടീലപ്പോൾ. കണ്ടിതു ഗുഹയ്ക്കകത്തൊരു മാനവ വീരനിണ്ടൽ കൂടാതെ കിടന്നുറങ്ങിയിടുന്നതപ്പോൾ. കൊണ്ടൽ നേർ വർണ്ണനിവൻ താൻ അറിയാതെ വന്നു ഇണ്ടലെന്നിയുറങ്ങിയിടുന്നതെന്നോർത്തിട്ടു വാങ്ങി നിന്നൊന്നു ചവിട്ടിയിടിനാൻ യവനനും. അങ്ങതു കൊണ്ടിട്ടുണർന്നിരുന്നു കണ്ണു രണ്ടും മിഴിച്ചു ചുഴലവും ഭ്രമിച്ചു നോക്കും നേരം. മുഴുത്ത കോപത്തോടെ കണ്ടിതു യവനനെ. എത്രയും കോപത്തോടെ നോക്കിനാൻ യവനനെ. നേത്രാഗ്നി തന്നിൽ ദഹിച്ചിടിനാൻ യവനനും. ഭസ്മമായി ധൂളിപ്പോയി യവനനെന്നോർത്തതി വിസ്മിത ചിത്തന്മാരായി വന്നിതു ദേവഗണം. ഇത്തരം മുനീന്ദ്രന്റെ വാക്കുകൾ കേട്ട നേരം ചിത്തസംശയം പൂണ്ടു ചോദിച്ചു നൃപോത്തമൻ. പർവ്വതഗുഹ തന്നിലുറങ്ങിയിടുന്ന പുമാനേവനെന്നതും അവൻ എവിടെ ഉറങ്ങുവാൻ കാരണമെന്തെന്നതും
കാഠിന്യമവൻ തപസ്സാര മൂലവുമരുൾ ചെയ്യുക ശ്രീശുകമുനെ എന്നതു കേട്ടു വ്യാസനന്ദനരുൾ ചെയ്തു. മന്നവ ധന്യനായ മാന്ധാതൃമഹാമഹീപതി, മന്നവ ധന്യനായ മാന്ധാതൃമഹീപതി, തന്നുടെ പുത്രനവൻ മുചുകുന്ദനെന്നു പേർ, മന്നിടം രക്ഷിച്ചവൻ പണ്ടു വാഴുന്ന കാലം. ദേവലോകത്തു ചെന്നു ദേവവൈരികളെയും പോർ ചെയ്തു ബഹുകാലം, നാഗവൈരികളെയും ഒടുക്കിയതു മൂലം നാഗികളർത്ഥിക്കയാൽ പടുത്തമോടു സ്വർഗേ വസിച്ചു ദേവഗണം. സ്കന്ദനെ സേനേശത്വം വഹിപ്പിച്ചനന്തരം നന്ദിച്ചു മുചുകുന്ദ നൃപനോടിന്ദ്രൻ ചൊന്നാൻ, എത്രയും പരാക്രമശാലിയാം ഭവാൻ സ്വർഗേ, എത്രയും കൃപയാലെ വസിക്ക നിമിത്തമായി, എത്രയും സുഖത്തോടെ വാണിതങ്ങിത്ര നാളും. ശത്രു സംഹാരം ചെയ്തു മിത്രമായി ദേവഗണം, രക്ഷിച്ച ഭവാൻ ഇന്നു ചെയ്യേണ്ടതെന്തൊന്നു ഞാൻ, രക്ഷിപ്പതെല്ലാറ്റിലും ഉത്തമം നൃപധർമ്മം. നിന്നുടെ പിതൃമാതൃകാന്തപുത്രാദിമിത്രം മന്നവ നശിച്ചിതു കാലമൊട്ടേറെയായി, സന്താപം ഭവാനിതു കൊണ്ടേതും ഭവിക്കൊല. ചിന്തിക്കിൽ കാലഗതി കൊണ്ടു ദേവകൾ പോലും കാലത്തിനധീനരായി നശിച്ചു പോകുന്നിതു. കാലമാകുന്നതെന്തെന്നാകിലീശ്വരൻ തന്നെ, ആകയാൽ നിനക്കുള്ളിൽ വേണ്ടുന്ന വരങ്ങളെ വൈകാതെ തന്നീടുവൻ വരിക്ക വേണ്ടതെല്ലാം. മോക്ഷത്തെ അല്ലാത്തവയൊക്കെ നൽകുവനഹം, മോക്ഷത്തെ നൽകിയിടുവാൻ വിഷ്ണു മറ്റന്യരില്ല. എന്നതു കേട്ടു മുചുകുന്ദനാം നൃപവീരൻ വന്ദിച്ചു ദേവേന്ദ്രനോടിത്തരം പറഞ്ഞിതു. കാലമൊട്ടേറെ ഇപ്പോൾ നിദ്ര ചെയ്തിടായ്കയാൽ ആലസ്യം നമുക്കുമുണ്ടതിനു വരം വേണം. ദേവേന്ദ്രൻ അതു കേട്ടിട്ടേറിയ കാലം ഭവാൻ മേവുക നിദ്ര പൂണ്ടു ബാധയില്ലാരാലുമേ. നിദ്രയ്ക്കു ഭംഗം വരുത്തിയിടുന്നതാരെന്നാലും നിദ്രയെ വിട്ടു ഭവാൻ നോക്കുന്ന നേത്രാഗ്നിയിൽ അപ്പോഴേ ഭസ്മമായി പോമില്ല സംശയമെന്നും. ഇപ്രകാരത്തിലിന്ദ്രൻ വരവും കൊടുത്തിതു. ഇത്തം ഭൂപതി ഇന്ദ്രദത്തമാം വരത്തോടും ചിത്തസൗഖ്യേന മുചുകുന്ദനും പോന്നു വന്നു. പർവ്വത ഗുഹ പുക്കിട്ടുറക്കം തുടങ്ങിനാനീ വകയെല്ലാം ഗ്രഹിച്ചിടിന നാരായണൻ. ദുഷ്ടനാം യവനനെ കൊണ്ടു ഭൂപതി തൻ്റെ പുഷ്ടനിദ്രയെ ഭേദിപ്പിച്ചവൻ ഭസ്മമാക്കി. പിന്നെയും ജഗദീശൻ തന്നുള്ളിൽ മുചുകുന്ദമന്നവൻ തന്നെ കണ്ടു മോക്ഷം നൽകേണമെന്നും. ഏവമെല്ലാമേ ഇതിൻ കാരണമറിയേണം. കേവലൻ മായാവിചാരങ്ങളാർക്കറിയാവൂ. യവനൻ ഭസ്മമായി പോയതിനനന്തരം കേവലൻ കൃഷ്ണൻ താനും തത്ര ചെന്നതു നേരം. എത്രയും തേജോമയനായ മാധവം കണ്ടിട്ടെത്രയും കുതൂഹലാൽ ചോദിച്ചു മുചുകുന്ദൻ. എത്രയും ചാരുതേജോമയ കാരണൻ ഭവാൻ, ഉത്തമനാരെന്നാലും ഞാൻ കണ്ടതത്യദ്ഭുതം. ഇന്ദ്രാഗ്നി ചന്ദ്രസൂര്യന്മാരിലേഖനോ ഭവാൻ, ചന്ദ്രകലാധരനോ ലക്ഷ്മീവല്ലഭൻ താനോ. ദേവനായകന്മാരിലൊരുത്തൻ ഭവാനെന്നു കേവലം ഞാനുമെൻ്റെ മാനസേ ധരിച്ചിതു. നിന്നുടെ തേജസ്സേറ്റമുജ്ജലിച്ചിടുകയാൽ ഇന്നിഹ ഗുഹാന്തരേ തിമിരം മറഞ്ഞിതു. ആരടോ ഭവാനിവിടത്തിൽ വന്നതുമെന്തു കാരണമെന്നു പറഞ്ഞിടുക മഹാത്മാവേ. നിന്നുടെ തേജസ്സു കണ്ടേറ്റവും മമ മനം തന്നിൽ ഭീതിയുമുണ്ടു ചോദിപ്പനരുതൊന്നും. ഇക്ഷ്വാകു നൃപവര വംശജനഹമിതു ഇക്ഷിതിപതി മുചുകുന്ദനെന്നല്ലോ നാമം. ദേവേന്ദ്രവരത്തിനാൽ നിദ്രയെ സേവിച്ചിഹ മേവുന്നൊരെന്നെയൊരു പാപി വന്നുണർത്തിനാൻ. തന്നുടെ കർമ്മവശാൽ ഭസ്മമായതുമവൻ. പിന്നെ ഞാൻ ഭവാനെയുമെൻ മുന്നിൽ കണ്ടേനല്ലോ. എന്നുടെ വൃത്താന്തങ്ങൾ ഇത്തരമാകുന്നിതു. മന്നവ മുചുകുന്ദ വാക്കുകൾ കേട്ട നേരം മാധവൻ അരുൾ ചെയ്തിതെന്നുടെ നാമമോർത്താൽ
മേധാവു തനിക്കു മൂർത്തിയിടിനാലെണ്ണമില്ല. ജന്മങ്ങൾ കർമ്മങ്ങളുമേറ്റമുണ്ടറിഞ്ഞാലും നമ്മുടെ നാമകർമ്മ ജന്മങ്ങൾ അഗണ്യമാം. ഭൂമിയിലുള്ള പൊടിത്തരി ധൂളികൾ എണ്ണി സീമയിട്ടിടാം ജന്മമേറെ എന്നിരിക്കിലും. മാമക വൃത്താന്തം ഇന്ന വണ്ണമതു ചൊൽവാൻ കാമിച്ചാലതു സാധ്യമായി വരായെന്നാകിലും. ഇക്കണ്ട വൃത്താന്തങ്ങൾ ചൊല്ലുവൻ കേട്ടുകൊൾക. സൽകൃതി പ്രവരനായിടീന മുചുകുന്ദ. ദുഷ്ടരാം ദൈത്യ നൃപകണ്ഠകന്മാരെ കൊന്നു ശിഷ്ടരാം ജനത്തെയും ധർമ്മവും പാലിപ്പാനായി ധാതാവ് മുന്നമർത്ഥിച്ചിടുക നിമിത്തമായി. ഭൂതലത്തിങ്കൽ വന്നു പിറന്നു ഞാനുമെടോ ധന്യനായിടും വസുദേവയാദവൻ തൻ്റെ നന്ദനൻ ഞാനെന്നതുമറിഞ്ഞിടുക നീയും. വസുദേവാത്മജനായി വന്നതു മൂലം കൊണ്ടു വാസുദേവനെന്നെൻ്റെ നാമവും പറയുന്നു. കംസനായി പിറന്നൊരു കാലനേമിയെ കൊന്നു വാസവും ചെയ്തിടിനേൻ മധുരാപുരി തന്നിൽ. അവിടെ യവനനും വന്നിതു പടയുമായി അവനു ശിവൻ കൊടുത്തിടീന വരത്തിനാൽ. യാദവാന്വയത്തിനാൽ വധ്യനൽ അവനതിന്നാദരാൽ ഭവാനവൻ തന്നെ കൊല്ലുമെന്നോർത്തു വന്നു ഞാൻ ഇവിടേക്കു. പിന്നാലെ യവനനും വന്നിതു ഭവാനവൻ തന്നെ കൊൽകയും ചെയ്തു. പിന്നെയും ഭവാൻ എന്നെ ഏറിയ ജന്മമായിട്ടുന്നത ഭക്ത്യാ സേവിച്ചിടുന്നു ദിനം തോറും. ആകയാൽ വേണ്ടും വരം തരുവാനായിക്കൊണ്ടും മാനവവീരാ ഞാനും ഇവിടെ വന്നിടിനേൻ. ആകയാൽ നിനക്കിന്നു വേണ്ടത് ചൊല്ലിക്കൊള്ളുക. ശോകവും മമ ഭക്തർക്കുണ്ടാകയില്ല എന്നും. ഇത്തരം മുകുന്ദന്റെ വാക്കുകൾ കേട്ട നേരം ചിത്തവിഭ്രമത്തോടു നൃപനുമെഴുന്നേറ്റു. ലക്ഷ്മീ വല്ലഭൻ തന്നെ നിൻമുന്നിൽ കാണുമെന്നു സൂക്ഷ്മമായി ഗർഗൻ മുന്നം ചൊന്നതുമോർത്തുമോദാൽ. ഭക്തവത്സലൻ തന്നെ ഭക്തീവ വന്ദിച്ചവൻ ഉത്തമാംഗേന വീണു നമസ്കാരവും ചെയ്തു ഗദ്ഗദ ഹൃദയനായെഴുന്നേറ്റുടൻ പിന്നെ ഗദ്ഗദാക്ഷരയുക്തനായിക്കൊണ്ടു പറഞ്ഞിതു. ശോകഹീനനായി ജഗൽപതിയാം വിഷ്ണു ഭവാനാകുന്നതെന്നും ഇപ്പോൾ അറിഞ്ഞുകൊണ്ടേനഹം. ഇന്നിഹ ഭവാനെ ഞാൻ കണ്ടതു മൂലമെൻ്റെ ജന്മവും സഫലമായി വന്നിതു തൊൽകൃപയാൽ. ത്വന്മായാ വിമോഹിതരാകയാലെല്ലാവരും ചിന്മയനായ നിന്നെ സേവിപ്പോർ കുറഞ്ഞിടും. ദുർലഭം നരജന്മം സിദ്ധിച്ചു കൊണ്ടിടുവാൻ നല്ല പുണ്യവാന്മാർക്കേ സാധിക്കൂ ലഭിക്കിലും. സർവമംഗലപ്രദനാകിയ ഭവഭക്തി സർവദാ വിട്ടു ഗർവിച്ചെന്നുട ഗൃഹാർത്ഥങ്ങൾ നിത്യമെന്നോർത്തുകൊണ്ടു പുത്രധാരാന്ധകൂപേ ചിത്തവിഭ്രമത്തോടുമാഹാരമൈഥുനാദി നിദ്രവേലയാ ഗമിച്ചങ്ങനെ പശുസമം ഛിദ്രിച്ചു തമ്മിൽ ഭോഗമോഹഹേതുക്കളാലേ ശിഷ്ടനായിരിപ്പോരു നൃപതിയെന്നോർത്തിട്ടു കഷ്ടകർമ്മങ്ങൾ ചെയ്തു രാജസം നടിച്ചിഹ മാനസമതം കാട്ടി നടന്നു മഹാകഷ്ടം. താനേ പോയിതു കാലമെന്നുട ദുർമോഹത്താൽ പഞ്ചഭൂതാകാരമായി ബുൽബുധ സമാനമായി സഞ്ചിതമായ ദേഹം ഞാനെന്ന നിമിത്തമായി ഓരോരോ മോഹങ്ങളും ചിന്തിച്ചു പ്രപഞ്ചത്തിൽ ഓരോന്നു ചെയ്തുകൊണ്ടു പാർത്തിയിടും ദശാന്തരെ ഓരോരോ ദിനം കഴിഞ്ഞിടുന്നതോർത്തിയിടിലോ പാരാത മൃത്യുദിനം വിഴുങ്ങി വരുന്നിതു. മൃത്യുവാകുന്ന ദിനം വിഴുങ്ങി വന്നു വന്നങ്ങെത്തിത്തന്നെയും വീടുന്നിത സംശയം. മൃത്യുവാകുന്ന ദിനം വിഴുങ്ങി വന്നു വന്നങ്ങെത്തിത്തന്നെയും വിഴുങ്ങിടുന്നിത സംശയം. ഭൂപതി എന്നാകിലും വിപ്രേന്ദ്രൻ എന്നാകിലും പാപിയാകിലും നല്ല സുന്ദരി എന്നാകിലും ഞാനെന്നുള്ളൊരു ദേഹം മൃത്യു വന്നിടും. പിന്നെ മാനം ഉൾക്കൊണ്ടു ശേഷമുള്ളവർ ഭസ്മമാക്കും. അല്ലെന്നാൽ മണ്ണിൽ കുഴിച്ചിട്ടു മൃണ്മയമാക്കും. അല്ലെന്നാൽ ജന്തുക്കൾ ഭക്ഷിച്ചു കഷ്ടമായി പോകും.
ത്വന്മായാ നൃപഭാവം നടിച്ചു സിംഹാസനെ നന്മയോടിരുന്നു ഭൂമണ്ഡല പ്രൗഢിയോടും വാഴുന്ന ജനങ്ങളെ മായയാ നാരികൾക്കു പാഴതിൽ കളിപ്പിക്കും മർക്കടനെന്ന പോലെ നിന്നുടെ മായ കണ്ടു മോഹിപ്പിച്ചോരോ തരം ഇങ്ങനെ കളിപ്പിച്ചു കാണിച്ചു പലവിധം ഭൂപനായിടേണം ഞാനെന്നാൽ സൗഖ്യമാമെന്നും ഭൂപതിയാകിൽ ചക്രവർത്തിയാകേണമെന്നും ചക്രവർത്തിക്കു ദേവാധിപനാകേണമെന്നും ശക്രനു ബ്രഹ്മനായി വന്നീടവേണമെന്നും ഇങ്ങനെ മേന്മേൽ മോഹം പോവതിനന്തമില്ല മംഗലനായ നിന്റെ മായയാലിവയെല്ലാം ആകയാൽ എല്ലാവർക്കും നല്ലതു വരുവാനും ആകവേ വിചാരിച്ചാൽ സജ്ജന സംഘം നല്ലു സജ്ജനത്തോടു ചേർച്ചയുണ്ടെങ്കിൽ അവർക്കുള്ളോരജ്ഞാനങ്ങളും പോയി നിർമ്മലാത്മാക്കളായി സജ്ജനവൃത്തരായി വന്നിടുമപ്പോൾ തവ അർജുന ഭക്തിയുണ്ടാം പിന്നെ മറ്റെന്തു വേണ്ടു ത്വൽക്കാരുണ്യത്താൽ എൻ്റെ രാജ്യവും ബന്ധുക്കളും ഒക്കെ ഞാൻ ത്യജിക്കാതെ നഷ്ടമായി ഭവിച്ചതും ആകയാൽ ദുഃഖമെനിക്കുള്ളത്തിൽ വരാഞ്ഞതും താവക പദഭക്തി മറ്റെനിക്കേതും വേണ്ട ബന്ധവിച്ഛേദനാകും നിന്തിരുവടിയോടു ബന്ധഹേതുക്കൾ ജന്മമാരിക വരിക്കുന്നു നിന്നുടെ പാദഭക്തിക്കിളക്കം വരായിവതീ നിന്നെ അനുഗ്രഹിച്ചിടേണം ദയാനിധേ നിന്നുടെ പാദഭക്തിക്കിളക്കം വരായ്വതിന് ഇന്നെന്നെ അനുഗ്രഹിച്ചിടേണം ദയാനിധേ നിന്നുടെ മായാ മോഹമോരോന്നേ മേലിലെങ്കിൽ വന്നുകൂടാതെ പാലിച്ചിടുക മോഹഹർത്ത ഇത്തരം മുജുകുന്ദ ഭൂപന്റെ വാക്കുകേട്ടിട്ടെത്രയും മോദത്തോടു കൃഷ്ണനുമരുൾ ചെയ്തു ചിത്തശുദ്ധിയുമെങ്കൽ ഉത്തമ ഭക്തിയതും ഉത്തമനായ ഭവാനേറ്റവും വന്നുകൂടി നിഷ്കാമമായ ഭക്തിയെപ്പോൾ വന്നുദിപ്പോർക്കു മുഷ്കരകാമവരത്തിങ്കലിച്ഛയും വര ചിത്തത്തിൽ സദാകാലമെന്നെയും ധ്യാനിച്ചു നീ മുക്തനായി ഗമിച്ചാലും ഉത്തമ മഹീപതേ ക്ഷത്രിയധർമ്മത്തിനാൽ നായാട്ടു ചെയ്തു നീയും എത്രയും സത്വങ്ങളെ ഹനിച്ച പാപങ്ങളെ നിത്യവും എന്നെ തന്നെ ധ്യാനിച്ചു തപം ചെയ്തു മുക്തമാക്കുക പിന്നെ നിനക്കു വിചാരിച്ചാൽ ജന്മവുമൊന്നു വേണം വിപ്രനായി വരുമതു നിർമ്മലനായ നീയും പിന്നെ സൽക്കർമ്മങ്ങളാൽ എന്നെയും സേവിച്ചുകൊണ്ടെപ്പോഴും ധ്യാനിച്ചുകൊണ്ടെന്നോടു ചേരുമെന്നു നൃപനോടരുൾ ചെയ്തു കേവലൻ തന്നോടേവമനുജ്ഞ വാങ്ങിക്കൊണ്ടു ദേവദേവേശൻ തന്നെ വന്ദിച്ചു മുജുകുന്ദൻ സാദരം മന്ദം മന്ദം നടന്നു ഗുഹ വിട്ടു മോദത്തോടുടൻ പുറത്തിറങ്ങി നോക്കും നേരം പർവ്വത വൃക്ഷ തൃണ ജലജാതിയെ മറ്റും ഉർവിയിലോരോന്നിവയേറ്റവും ചെറുപ്പമായി കണ്ടതി വിസ്മയവും പൂണ്ടു മാനസേയോർത്താൻ പണ്ടേതുപോലെയല്ല വന്നിതു കലിയുഗം എന്നിവയോർത്തു ബദര്യാശ്രമേ ചെന്നു പിന്നെ നന്ദിച്ചു വാണു ശ്രദ്ധായുധനായി നിർമ്മലനായി സംഘങ്ങൾ നിവൃത്തനായി മാധവ ഭക്തനായി മംഗലൻ തത്ര തപസാചരിച്ചിരുന്നിതു മാധവൻ പിന്നെ വേഗം മഥുരാപുരി പുക്കു ബാധിച്ച യവനന്റെ സൈന്യമൊക്കെയും കൊന്നു യുദ്ധത്തിൽ ജയിച്ചവർ തന്നുടെ വിത്തമെല്ലാം ബദ്ധമോദത്തോടെടുപ്പിച്ചു രാമനും താനും ദ്വാരകാപുരത്തിനു പോവാനായി തുടങ്ങുമ്പോൾ പാരാതജരാസുതൻ വിംശതി തൃതീയമാം ഘോരമാം അക്ഷൗഹിണിപ്പടയുമായി വന്നു ഘോരഘോരമാം യുദ്ധം തുടർന്ന നേരത്തിങ്കൽ കേൾക്ക മന്നവ വിഷ്ണു മനുഷ്യാകൃതി തന്നെ കൈക്കൊണ്ട മൂലം കൃഷ്ണൻ അന്നു ശങ്കിതനായി വേഗേന വിത്തമതങ്ങൊക്കെയും ഉപേക്ഷിച്ചു മാഗധനോടു ഭയം കൈക്കൊണ്ടു ശീഘ്രമായി ഓടിനാനതു കണ്ടു മാഗധൻ ചിരിച്ചിട്ടു കൂടെ തന്നുടെ സൈന്യയുക്തനായോടിയിടിനാൻ ഓടിപ്പോയി പ്രവർഷണമൂർധനി മാധവനേറി
കൂടെ മാഗധൻ താനും പർവ്വതം കരയേറി. മാഗധൻ പടയോടും പർവ്വതം ചൂഴും വളഞ്ഞാകമക്കാതൽ തന്നെ തേടി നോക്കുന്ന നേരം കണ്ടീല പർവ്വതത്തിലാരേയും അതു നേരം. ഉണ്ടായ കോപാൽ ഗിരിചൂഴവും തീ കൊളുത്തി അഗ്നിയും കത്തിജ്വലിച്ചിടിന നേരത്തിങ്കൽ അഗ്രജനോടും കൂടി കൃഷ്ണനും അതു നേരം നന്നായി കുതിച്ചു ചാടിയിടിനാൻ പുറത്തേക്കു. മിന്നലെന്നതുപോലെ പോയിതു ബഹുദൂരം ഭൂമിയിൽ നിന്നു 11 യോജനയോളം ആമിതു പർവ്വതത്തിനുയരമറിഞ്ഞാലും. സർവാത്മാവായ കൃഷ്ണൻ രാമനും ഒരുമിച്ചു പർവ്വതേ നിന്നു ദ്വാരാപുരിയിൽ ചാടി വീണാൻ. സ്വൈരമായി ദ്വാരകയിലിരുന്നു മുകുന്ദനും ആരുമേ അറിഞ്ഞില്ല. മാഗധാദികൾ പിന്നെ വൈരവും കൈക്കൊണ്ടിട്ടു വന്ഹിയിൽ ദഹിച്ചിതു. വൈരികളായ രാമകൃഷ്ണന്മാരെന്നോർത്തിട്ടു മൂഢനാം ജരാസുതൻ സേനയും ഒരുമിച്ചു പ്രൗഢത പൂണ്ടു മാനം നടിച്ചു ജയഭാവാൽ. മാനം ഉൾക്കൊണ്ടു ചെന്നു തന്നുട പുരിപുക്കു മാനവും പറഞ്ഞു വാണിയിടിനാൻ പിന്നെ കേൾക്ക. രൈവതനായിടുന്നോരാ നർത്തനൃപൻ തൻ്റെ രേവതിയായിടുന്ന പുത്രിയെ മുസലിക്കു ധാതാവിൻ നിയോഗത്താൽ നൽകിനാൻ നൃപതിയും. ഹേതുവും അതു മുന്നേ പറഞ്ഞു കേട്ടാനല്ലോ. ഭീഷ്മക നൃപൻ തൻ്റെ പുത്രിയായി ലക്ഷ്മി താനും രുക്മിണിയെന്നു നാമത്തോടിഹ പിറന്നിതു. രൂക്ഷരാം നൃപന്മാരെയൊക്കവേ വെന്നു കൃഷ്ണൻ രാക്ഷസോദ്വാഹമായി കൊണ്ടു വേളിയും ചെയ്താൻ. മാമുനി ശ്രീശുകന്റെ വാക്കുകളിത്തം കേട്ടു സാമോദം പരീക്ഷിത്തു വന്ദിച്ചു ചൊല്ലിയിടിനാൻ. കേശവൻ തൻ്റെ വിവാഹോത്സവ വൃത്താന്തങ്ങളാശയം തെളിവാനായാവോളം ചുരുക്കാതെ അരുളിച്ചെയ്തിടേണം. ഭഗവത് ഭക്തന്മാർക്കു പരചിൽ ഹരികഥ കേട്ടാൽ തൃപ്തിയുണ്ടാമോ? മന്നവൻ പറഞ്ഞതു കേട്ടു വ്യാസാത്മജനും വന്നൊരു സന്തോഷത്താൽ കേൾക്കെന്നുമരുൾ ചെയ്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.